മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പ്രൈസ് ദി ലോർഡ്. ലോകമെമ്പാടുമുള്ള നഴ്സുമാർക്ക് തൻ്റെ നഴ്സിംഗ് എന്ന ദൈവവിളിയോട് ചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരാകാം എന്ന് പറഞ്ഞു തരുന്ന ഒരു ഉപാധിയായി ദൈവം തിരഞ്ഞെടുത്ത നഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ 11:40 നാം ഇപ്രകാരം വായിക്കുന്നില്ലേ? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. ഇപ്രകാരം ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തോട് പൂർണ്ണമായി ചേർന്ന് നിന്നുകൊണ്ട് ദൈവമഹത്വം ദർശിച്ച ഒരു നഴ്സിനെയും കുടുംബത്തെയും നമുക്ക് പരിചയപ്പെടാം. പ്രൈസ് ദി ലോർഡ്. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, കർത്താവ് നാഥനായ കുടുംബം. യേശുവിനെ കർത്താവും നാഥനും രക്ഷകനുമായി എടുത്ത ഒരു കുടുംബത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ദുബായിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഷീബ, ജീവിത പങ്കാളി ജെയിംസ്, മക്കളായ അലീഷ, ആൻ്റണി. നിങ്ങൾ ദുബായി വന്നിട്ട് എത്ര നാളായി? ഞാൻ ദുബായിൽ വന്നിട്ട് 17 വർഷം കഴിഞ്ഞു. ഒരു ഹെൽത്ത് കെയർ കൺസൾട്ടിങ് കമ്പനിയിൽ IT ഞാൻ വർക്ക് ചെയ്യുന്നു. ഷീബ? ഞാനും വന്നിട്ട് 17 വർഷമായി. ഞാൻ ഗവൺമെൻറ് സെക്ടറിൽ ഒരു ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ്. അവിടെ ചിറ്റാരിക്കാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് തൊമാവര ഇടവകയിലെ ഇടവകാംഗമാണ് ഞാൻ. ഞങ്ങൾ 5 മക്കളാണുള്ളത്. പേരൻസിൻ്റെ കൂടെ ഞങ്ങളവിടെ താമസിക്കുന്നു. ചെറുപ്പകാലത്തേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെയും കൂടെയുള്ള ഒരു ജീവിതമാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ചിട്ടയാർന്ന ഒരു ജീവിതമായിരുന്നു. പ്രത്യേകിച്ചും പ്രാർത്ഥനാ ജീവിതം, പ്രാർത്ഥനകളിലെല്ലാം വളരെ ചിട്ടയോടെ ഞങ്ങളെ നയിച്ചിരുന്നവർ. ചെറുപ്പകാലത്ത് തന്നെ എനിക്ക് അൾത്താര ബാലനായിട്ട് സെർവ് ചെയ്യാനും ഒക്കെ സാധിച്ചു. അതിനുശേഷം ഞാൻ ഉപരിപഠനത്തിനും ജോലിക്കുമൊക്കെ ആയിട്ട് ബാംഗ്ലൂരേക്ക് പോയി. അവിടെ എൻ്റെ ജോലി കാലങ്ങളിലും പഠനകാലങ്ങളിലുമെല്ലാം എനിക്ക് ഈ ചെറുപ്പത്തിൽ കിട്ടിയ എൻ്റെ ഗ്രാൻഡ് പേരൻസിനും കിട്ടിയ ആ മൂല്യങ്ങൾ, ആ ബേസാണ് എന്നെ നയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു കാലത്ത് ഒരു തെറ്റിലേക്ക് പോകാനോ ഒന്നും എന്നെ അനുവദിച്ചിരുന്നില്ലത്. മറ്റു കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ആ തിന്മയിൽ വീഴാതെ എന്നെ നയിച്ചത്. അതുപോലെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ വളരെയധികം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ പിന്നിലേക്ക് ഇപ്പോൾ തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നത് ആ ജീവിത മൂല്യങ്ങളാണ് എന്നെ നയിച്ചത്. അതുതന്നെയല്ല, ആ ജീവിത മൂല്യങ്ങൾ എനിക്ക് എൻ്റെ കുഞ്ഞുമക്കളിലേക്കും എനിക്ക് പകർന്നു കൊടുക്കുവാനും എനിക്ക് സാധിച്ചു. ഷീബയുടെയും ചെറുപ്പകാലം ഇതുപോലെ പ്രാർത്ഥനയിലായിരുന്നോ, അതോ ജെയിംസിൻ്റെ കൂടെ കൂടി കഴിഞ്ഞായിരുന്നോ പ്രാർത്ഥനയിലേക്ക് വന്നത്? ജെയിംസിൻ്റെ കൂടെ കൂടിയതിന് ശേഷം കൂടുതൽ വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ പ്രാർത്ഥന ചൈതന്യമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അമ്മയും 7 മക്കളുമാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. എൻ്റെ അപ്പച്ചൻ എൻ്റെ ചെറുപ്പത്തിലെ തന്നെ മരിച്ചു പോയിരുന്നു. അപ്പം അമ്മയാണ് ഞങ്ങളെ ദൈവാശ്രയ ബോധത്തിലും പ്രാർത്ഥനയിലും എല്ലാം വളർത്തിയത്. അമ്മയിൽ നിന്നാണ് എല്ലാം ഞങ്ങൾ പഠിച്ചു വന്നത്. അതിനുശേഷം പഠിക്കാനായിട്ട് പോയത്, നഴ്സിംഗ് പഠിക്കാൻ പോയത് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ ആയിരിക്കുമ്പോഴും എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനും വൈകുന്നേരം ജപമാലയിലൊക്കെ പങ്കെടുക്കാനുമുള്ള അവസരം ഉണ്ടായിരുന്നു. പിന്നീടുള്ള കാലം ഞാൻ സൗദിയിലായിരുന്നു ഒരു 4 വർഷത്തോളം. അവിടെ ആയിരിക്കുമ്പം പള്ളിയൊന്നും അവിടെ ഇല്ലെങ്കിലും എനിക്ക് ചെറുപ്പത്തിലേ കിട്ടിയ ഫോർമേഷൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതും ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപനത്തിലായിരിക്കുമ്പോൾ കിട്ടിയ ആ ഫോർമേഷനും എല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതം തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ വിവാഹശേഷമാണ് ഞാൻ ദുബായിലേക്ക് വന്നത്. ഈ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈശോയുടെ സ്നേഹവും കൂട്ടായ്മയുടെ ഒരു ശക്തിയുമൊക്കെ കൂടുതലായിട്ട് അനുഭവിച്ചറിഞ്ഞത്. നിങ്ങൾ വിവാഹ ജീവിതം തുടങ്ങിയ സമയമൊക്കെ എങ്ങനെയായിരുന്നു ഈ പ്രാർത്ഥനാ ജീവിതം? ഇപ്പം ഞാൻ ബാംഗ്ലൂരായിരുന്നു, ഷീബ സൗദിയിലായിരുന്നല്ലോ. വിവാഹത്തെപ്പറ്റി എൻ്റെ മാതാപിതാക്കൾ എന്നോട് സംസാരിച്ചപ്പോൾ മുതലേ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബെറ്റർ ഹാഫായിട്ട് വരുന്ന എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം വളരെ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൂടാതെ അവരുടെ കുടുംബത്തിനായിട്ടും ധാരാളം വിശുദ്ധിയും അനുഗ്രഹം എല്ലാം ദൈവം പ്രദാനം ചെയ്യാനായിട്ട് ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പേരൻസ് കൊണ്ടുവന്ന ഒരു പ്രപ്പോസലാണിത്. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അതിന് മുമ്പായിട്ട് തന്നെ കല്യാണത്തിന് മുമ്പ് തന്നെ ഒരു ദമ്പതി ധ്യാനത്തിന് ഞാൻ ബുക്ക് ചെയ്തിരുന്നു ഹോട്ടലിൽ.
കല്യാണത്തിന് ശേഷം അധികം താമസിക്കാതെ തന്നെ ഞങ്ങൾ ആ ദമ്പതി ധ്യാനത്തിന് ഞങ്ങൾ പോയി. എനിക്ക് പറയാനുള്ളത് ഈ ദമ്പതി ധ്യാനമാണ് ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ഈ ദാമ്പത്യ ജീവിതം വളരെ ശക്തമായിട്ട് മുന്നോട്ട് നയിക്കാനും ഞങ്ങളെ ശക്തമായിട്ട് വളർത്തുവാനും ഇടയാക്കിയതെന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ട്. അത് ഞങ്ങൾ പിന്നെ ഒരു വിവാഹം കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ഹണിമൂൺ ട്രിപ്പോ വല്ലതൊക്കെ ആയിരിക്കും പുള്ളി പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് ഓർത്താൽ ഞാനിരുന്ന്. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഞാനൊരു ധ്യാനത്തിന് ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും വളരെ സന്തോഷമായി. കാരണം ഞങ്ങൾ ഒരുമിച്ച് ധ്യാനത്തിന് പോയി. വളരെ നല്ല അനുഭവമായിരുന്നു ആ ധ്യാനം. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ ആ ധ്യാനമായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലെ മൂന്നാമത്തെ ആളാണ്. എനിക്കുള്ള സഹോദരങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചെറുപ്പം തൊട്ടേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ സഹോദരങ്ങൾക്ക് ഒരു മാതൃകയായിട്ടുള്ളൊരു ജീവിതം എനിക്ക് നയിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ധ്യാനത്തിലൂടെ അതിനുള്ള ഒരു അവസരം ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഷീബയെയും ജെയിംസിനെയും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും, എല്ലാ മാതാപിതാക്കളോടും, അതുപോലെ ഇപ്പോൾ ഉള്ള വളർന്നു വരുന്ന യുവ ജനറേഷനോടും പറയാനുള്ള വലിയൊരു തീമാണ്, വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. അതായത് ദമ്പതി ധ്യാനം എന്ന് പറയുന്നത് ആ വിവാഹ ജീവിതത്തിൻ്റെ ബേസാണ്. അത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലോകം ഫേസ് ചെയ്യുന്ന ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളൊരു വലിയൊരു മെസ്സേജാണ് ജെയിംസിലൂടെ ഷീബയുടെ നമുക്ക് ഇപ്പോൾ കിട്ടിയത്. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയങ്ങൾ ജീവിതത്തിൽ എത്രമാത്രം യേശു ഇടപെട്ടു, അതിൻ്റെ എന്തെങ്കിലും അനുഭവങ്ങൾ ഷീബയ്ക്കൊക്കെ കാണുമായിരിക്കുമല്ലോ? ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതിലൊന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മോനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഒരു ത്രട്ടൻഡ് അബോർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2-3 ഡോക്ടേഴ്സിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പ്രഗ്നൻസി ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതിലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ തന്നെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ പ്രയാസമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നല്ലൊരു കൺസൾട്ടൻറ്റിനെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ വിദഗ്ധമായ പരിശോധനയെല്ലാം നടത്തിയതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഈ പ്രഗ്നൻസി ഇത് വളർച്ച നിലച്ചിരിക്കുകയാണ്, കൊച്ചിന് ഹാർട്ട് ബീറ്റ് ഒന്നുമില്ല, ഇനി നിങ്ങളൊരു DNCക്ക് ഡേറ്റ് എടുത്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ജെയിംസ് ഡോക്ടറോട് ചോദിച്ചു, ഞങ്ങൾ 2 ആഴ്ച വെയിറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ ഡോക്ടറെ എന്ന് ചോദിച്ചു. ഉടനെ ഡോക്ടർ പറഞ്ഞു, എന്തിനാണ് ഇനി വെയിറ്റ് ചെയ്യുന്നത്, ജീവനില്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെ ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്? ജെയിംസ് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഡോക്ടർ ഒരു പുച്ഛഭാവത്തിൽ, പൊട്ടൻ ഒന്നുമില്ല, ജീവനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു 2 ആഴ്ച വെയിറ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണല്ലോ എന്നുള്ള ഒരു മനോഭാവത്തിൽ ജെയിംസിൻ്റെ അടുത്ത് പറഞ്ഞു, വെയിറ്റ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പ്രതീക്ഷയൊന്നും വെച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ഡോക്ടറെ കാണാനായിട്ടുള്ള അപ്പോയിൻമെൻറ്റും തന്നെ ഞങ്ങളെ വിട്ടു. ഞങ്ങൾ വീട്ടിലേക്ക് വന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. സെൻറ്റ് മേരീസ് പള്ളിയിൽ മലയാളം കുർബാനയുണ്ട്. അതെനിക്കൊരു വാശിയായിരുന്നു. കുർബാനയ്ക്ക് ബെഡ് റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, പക്ഷേ എനിക്ക് അന്നത്തെ കുർബാനയിൽ പോകണമെന്നും ഈ കൊച്ചിനെ കുർബാനയിൽ സമർപ്പിക്കണമെന്നൊക്കെ വലിയൊരാഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം കുർബാനയ്ക്ക് പോയി. കുർബാനയുടെ സമയത്ത്, കാഴ്ചവെപ്പിൻ്റെ സമയത്ത്, ഞാൻ ഈ കൊച്ചിനെ ആ കാസായാലും പീലാസായാലും വെച്ച് ഈശോയ്ക്ക് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ഉദരത്തിലുള്ള ജീവനില്ലെന്ന് ഡോക്ടർ പറഞ്ഞ കൊച്ചാണിത്, കർത്താവേ നീ ആ കൊച്ചിൻ്റെ ജീവിതത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കുർബാനയിൽ കൊച്ചിനെ അങ്ങ് സമർപ്പിച്ചു. അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് അന്ന് അന്തോണീസ് പുണ്യാളൻ്റെ നൊവേന ഉണ്ടായിരുന്നു. അപ്പോൾ നൊവേനയിൽ അന്തോണീസ് പുണ്യാളൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. അന്തോണീസ് പുണ്യാളനോട് പറഞ്ഞു, ഈ കൊച്ചിനെ എനിക്ക് ഒരു ആൺകൊച്ചായിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇവൻ ആൻ്റണി ആയിരിക്കും എന്ന് ഞാനിങ്ങനെ മനസ്സിലൊരു തീരുമാനം എടുത്ത് പോന്നു. പിറ്റേ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. ജീസസ് യൂത്തിൽ, ആ സമയത്ത് ഞങ്ങൾ ജീസസ് യൂത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പിറ്റേ ദിവസം ജീസസ് യൂത്തിലെ കുറേ പിള്ളേർ ഞങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. വൈകുന്നേരം അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ നിന്നാണ് അവർ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോയത്. ആ സമയത്താണ് ഞാൻ ഈ കൂട്ടായ്മയുടെ ഒരു ശക്തിയും മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ശക്തിയും അതുപോലെ തന്നെ ആ പിള്ളേർ ത്യാഗം സഹിച്ച് മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്ന് അവർ ഉപവസിച്ച് ത്യാഗം സഹിച്ചൊക്കെ പ്രാർത്ഥിച്ച ആ ഒരു എക്സ്പീരിയൻസൊക്കെ എനിക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു ഇതായിരുന്നു. അതിനുശേഷം ഡോക്ടർ 10 ദിവസം കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് തന്നത്. പക്ഷേ ഞങ്ങൾ 7 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഡോക്ടറെ കാണാൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി. 7-ാം ദിവസം ഡോക്ടർ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പം ജീവനില്ല, ഹാർട്ട് ബീറ്റ് ഇല്ലെന്ന് പറഞ്ഞ് ഡോക്ടർ തന്നെ പറയുകയാണ്. ശരിക്കും കാണാം കൊച്ചിൻ്റെ ഹാർട്ട് ഇങ്ങനെ കടന്ന് പിടിക്കുന്നതായിട്ട്. അപ്പോൾ ഡോക്ടർ തന്നെ പറയണം, ഓ റിയലി ഇറ്റ് ഈസ് എ മിറക്കിൾ. അപ്പോൾ ആ കൊച്ച് പിന്നീട് ഒരു പ്രശ്നവും ഇല്ലാതെ, പിന്നെ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ് പ്രഗ്നൻസി നേരത്തെ ഡെലിവറി ആകുമായിരിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു പ്രശ്നവും ഇല്ലാതെ കൊണ്ട് ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് മോനുണ്ടായി കഴിഞ്ഞപ്പം കൊച്ചിന് പേരിടാനായിട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേരിടാനായിട്ട് ജെയിംസ് വന്ന് എൻ്റെ അടുക്ക ചോദിക്കുക, എന്താ പേര്, കൊച്ചിന് എന്താ പേരിടണ്ടേ? അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു ആൻ്റണി. അപ്പോൾ ജെയിംസ് പറഞ്ഞു,
പുള്ളിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ജെയിംസും മനസ്സിൽ കണ്ടു വെച്ചിരുന്ന പേരതായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചത് ആൻ്റണി, കാരണം ഞങ്ങളുടെ കുടുംബത്തിലൊന്നും ആൻ്റണിമാരാരുമില്ല, പിന്നെ എന്തുകൊണ്ട്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് നൊവേനയിൽ അന്തോണീസ് പുണ്യാളിനോട് വാക്ക് കൊടുത്തിരുന്നതാണ്, ആ പേരിടുന്നിടത്ത് പോലും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഞാൻ മനസ്സിൽ കണ്ട അതേ പേരാണ് പുള്ളി മനസ്സിൽ കണ്ടത്. ഞങ്ങൾ ഇടയ്ക്കൊന്നും പറഞ്ഞിരുന്നില്ല. ആ സമയത്താണ് ഞങ്ങൾ രണ്ടുപേരും ആ പേര് പറഞ്ഞത്. വേറെ ആ പേര് പോലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ജെയിംസിനോടൊന്ന് ചോദിക്കുക, സാധാരണ ഇപ്പോൾ ഡോക്ടർ 2 ആഴ്ച വെയിറ്റ് ചെയ്യുന്നതിന് അർത്ഥമില്ല എന്ന് പറഞ്ഞപ്പം ജെയിംസിന് എന്ത് ധൈര്യത്തിലാണ് 2 ആഴ്ച പ്രാർത്ഥിക്കാൻ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിച്ചത്? കുഞ്ഞ് ഉരുവായി എന്ന മെസ്സേജ് ഞങ്ങൾക്ക് കിട്ടിയ ആ നിമിഷം മുതൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരുന്നു. എനിക്ക് പറയാൻ കഴിയുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തമായ ഒരു പ്രവർത്തനം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. ലാസറെ പുറത്ത് വരിക എന്ന് ഈശോ പറഞ്ഞ ആ ചീഞ്ഞഴിഞ്ഞ ലാസർ ജീവനോടെ പുറത്തു വന്നെങ്കിൽ എൻ്റെ കുഞ്ഞിന് ജീവനോടെ തന്നെ പുറത്തു വരാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അലീഷ, മോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ 11th സ്റ്റാൻഡേർഡിൽ അവരോൺ ഇംഗ്ലീഷ് ഹൈസ്കൂൾ ദുബായ് അൽവർക്കയിലാണ്. അപ്പോൾ അപ്പായും അമ്മയും ഷെയർ ചെയ്തതുപോലെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് മോൾക്ക് എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? ചെറുപ്പം മുതൽ തന്നെ അപ്പായും അമ്മയും പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ പള്ളിയിലൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ എല്ലാ പ്രാർത്ഥനകളും അറിയായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരു മടിയുമില്ലായിരുന്നു. അതുപോലെ ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൽ LSSനും പിന്നെ ഓൾട്ടർ സർവീസ് അഡാലിറ്റിയിലൊക്കെ ചേർന്നു. അതുപോലെ തന്നെ വീട്ടിലാണേലും എപ്പോഴും ഈശോയുടെ കാര്യങ്ങൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാറ്. അപ്പോൾ കാറ്റക്കിസം ഒരിക്കലും മുടക്കാറില്ല. എന്തേലും പഠിത്തത്തിൻ്റെ കാരണം വന്നാലും കാറ്റക്കിസം മുടക്കിയിട്ട് പഠിക്കാറില്ല. ബോർഡ് എക്സാമിൻ്റെ സമയത്താണേലും ഞാൻ കാറ്റക്കിസം മുടക്കിയിട്ടില്ല, കാറ്റക്കിസത്തിന് പോകുമായിരുന്നു. എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു, ഈശോ എന്നെ അനുഗ്രഹിക്കും, കാറ്റക്കിസത്തിന് കൊടുക്കുന്ന സമയം ഈശോ എനിക്ക് ലാഭമാക്കി തരും എന്നുള്ളത് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കാറ്റക്കിസത്തിന് പോകുമായിരുന്നു. എന്നിട്ടിപ്പോൾ 10th ഗ്രേഡിൽ ബോർഡ് മാർക്സ് വന്നപ്പോൾ 10 CGP ഉണ്ടായിരുന്നു. പിന്നെ മോള് സെൻറ്റ് മേരീസ് കൊയറിലൊക്കെ ഉണ്ടോ? പാടുമെന്ന് അല്ലേ? മോളൊരു പാട്ട് പാടാൻ പറ്റുമോ? പാടാം. അതിനു മുമ്പ് ഞാനൊരു ചെറിയ എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞോട്ടെ. ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഫംഗ്ഷന് വേണ്ടി പാട്ടിൻ്റെ സെലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏത് പാട്ട് പാടണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേരൻസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈശോയുടെ ഒരു പാട്ട് പാടാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഇംഗ്ലീഷ് പാട്ട് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു സെലക്ട് ആയാലും ഇല്ലെങ്കിലും അത് പാടിക്കോ, ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ പോയി പാടി, എനിക്കതിന് സെലക്ഷനും കിട്ടി. ഒരു പാട്ടൊരു 4 വരി മോള് പാടാം. കാൽവരി യാത്രയിൽ അങ്ങോളം ഇങ്ങോളം പിന്തുടർന്നു സുതനേ നീ കാൽവരിയോളം. കാൽവരി യാത്രയിൽ അങ്ങോളം ഇങ്ങോളം പിന്തുടർന്നു സുതനേ നീ കാൽവരിയോളം. പിടയുന്നു നെഞ്ചകം നിറയുന്നു നൊമ്പരം തുടയ്ക്കുന്നു നിൻ സുതൻ തൻ ദിവ്യദൃഷ്ടിയാൽ. ആൻറ്റിക്ക് അപ്പായ അമ്മ അറിയുന്നതിനൊക്കെ മുമ്പ് ആൻറ്റിക്ക് അറിയാം, കുഞ്ഞു കുറുമ്പനായിട്ട്. പക്ഷേ ആൻറ്റി കഴിഞ്ഞ ദിവസം കണ്ടല്ലോ അൾത്താരബാലനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈശോയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാ അൾത്താരബാലന്മാർ. ഇപ്പോൾ ആൻറ്റിക്കോ അമ്മയ്ക്കോ അപ്പായ്ക്കോ ഒന്നും പറ്റിയല്ലത്. അപ്പോൾ ആ ഈശോയോട് അത്രയും ചേർന്ന് നിൽക്കുന്ന അനുഭവം എന്താ ആൻറ്റണിക്ക് പറയാനുള്ളത്? പള്ളിയിലും പ്രേയസിനൊക്കെ മുടങ്ങാതെ പോകാനും പറ്റുന്നുണ്ട്, മടിയില്ലാതെ. പിന്നെ ഒത്തിരി ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ദിവസം കമ്മ്യൂണിയൻ പ്ലേറ്റ് പിടിച്ച് സെർവ് ചെയ്യുമ്പോൾ ഈ ഓസ്റ്റി സ്വീകരിക്കാൻ വരുന്നവരെ എൻ്റെ ചുണ്ടിട്ട് അനക്കുന്നത് കണ്ടിട്ട് എൻ്റെ അപ്പയും അമ്മ എന്നോട് ചോദിച്ചു, നീ അവിടെ വല്ല കുറുമ്പും കാണിക്കുകയാണോന്ന്. എന്നാൽ ഞാൻ പറഞ്ഞു, കുറുമ്പ് കാണിക്കുകയല്ല, ഞാൻ വരുന്നവരെ അനുഗ്രഹിക്കണമേ ദൈവത്തിനോട് പറയുമായിരുന്നു. കണ്ടോ, ആൻ്റണിയുടെ ഈ സന്ദേശം എന്തോ വലിയൊരു സന്ദേശമാണെന്നറിയാം. എല്ലാ ആൾത്താര ബാലന്മാർക്കും ബാലികമാർക്കും ആ കമ്മ്യൂണിയൻ പ്ലേറ്റ് കൊടുക്കുമ്പോൾ ഈശോയെ കൊടുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് എല്ലാവർക്കുള്ളൊരു നല്ല സന്ദേശമാണ് കേട്ടോ മോൻ്റെ. ഈശോയോട് ചേർന്ന് നിന്നുള്ള പ്രാർത്ഥന, അത് തീർച്ചയായിട്ടും കുട്ടികളുടെ പ്രാർത്ഥന ഈശോ എത്രയും പെട്ടെന്ന് കേൾക്കുന്ന, അപ്പോൾ ഒത്തിരി നല്ല ഇത്.
പിന്നെ ഷീബയോട് ഇപ്പോൾ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം പ്രൊഫഷണൽ ലൈഫിൽ അത് എത്രമാത്രം ഈശോയെ കൊടുക്കുവാനും ഈശോയെ പങ്കുവെക്കാനും ഷീബയ്ക്ക് സാധിച്ചു? ഞാനിപ്പോൾ മുമ്പേ ഷെയർ ചെയ്തതിൻ്റെ അനുഭവം തന്നെ, ഒരു ദിവസം ഡ്യൂട്ടിയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടിക്ക് കല്യാണം കഴിഞ്ഞ് 4-5 വർഷമായിട്ടും പിള്ളേരൊന്നുമില്ല. അപ്പോൾ ആ ദിവസങ്ങളിൽ അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഹസ്ബൻഡിന് ടെസ്റ്റ് നടത്തിയപ്പം കൗണ്ട് കുറവാണെന്ന് അറിഞ്ഞു. പുള്ളിക്കാരി ഭയങ്കര ഡിപ്രസ്ഡായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ഈ അനുഭവം ഈ വിശുദ്ധ കുർബാനയിൽ ജീവനില്ലാത്ത കൊച്ചിനെ കാസയിലിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ചു. അതിനുശേഷം ആ കൊച്ചിനുണ്ടായ ആ അനുഭവം ഞാൻ ഈ കൂട്ടുകാരിയോട് ഞാനിങ്ങനെ ഷെയർ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, ജീവനില്ലാത്ത കൊച്ചിന് ജീവൻ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ കൗണ്ട് കുറവ് ഈശോയ്ക്ക് ഒരു വലിയ സംഭവമല്ല, അതുകൊണ്ട് നീയും വിശുദ്ധ കുർബാനയിൽ ഇങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പുള്ളിക്കാരി പിറ്റേ ആഴ്ചയിൽ തന്നെ കുർബാനയിൽ പോയി അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ മാസം തന്നെ പ്രഗ്നൻ്റായി. എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞതല്ല, പക്ഷേ സിസ്റ്ററിൻ്റെ മരുന്ന് ഏറ്റു എന്ന് വന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിലാക്കുകയാണ്, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നമ്മുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. അന്ന് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സഹനത്തിലൂടെ എന്നെ കടത്തിവിട്ടത് ഈ മകൾക്ക് ഒരു പ്രത്യാശ പകരാനായിട്ടും ഈ മകൾക്കൊരു ആശ്വാസമൊക്കെ ഈ സമയത്ത് കൊടുക്കാൻ വേണ്ടിയായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ ഒരു നേച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ ഇങ്ങനെ ഒത്തിരി സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. നല്ല തമാശയൊക്കെ പറഞ്ഞ് കൂട്ടുകാരെയൊക്കെ ചിരിപ്പിക്കുന്ന ഒരു നേച്ചറായിരുന്നു എനിക്ക്. ഒരു ധ്യാനാവസരത്തിൽ ഒരു വചനം എന്നെ സ്ട്രൈക്ക് ചെയ്തു. മനുഷ്യൻ പറയുന്ന ഓരോ വൃദ്ധവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ളത്. അപ്പോൾ ആ വചനം എന്നെ സ്ട്രൈക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കിട്ടിയൊരു വചനം ഇതാണ്: വിലകെട്ടവ സംസാരിക്കാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നിൻ്റെ നാവ് എൻ്റെ നാവ് പോലെയായിത്തീരും. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു മാറ്റം വരുത്തി. തമാശ പറയാതെ കണ്ട് ആ സമയം ജോലി സമയത്ത് എപ്പോഴും തിരക്കായിരിക്കും, വെള്ളിയാഴ്ച മോർണിംഗ് ഡ്യൂട്ടിയോ വല്ല ആഫ്റ്റർനൂൺ ഡ്യൂട്ടിയോ ഒക്കെ തിരക്കില്ലാതിരിക്കുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ കൂടിയിരിക്കുമ്പോൾ ഞാനിങ്ങനെ നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയിൽ ആ ആഴ്ച കേട്ട സാക്ഷ്യങ്ങൾ, കേട്ട വചനങ്ങൾ, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്ന നിയോഗങ്ങൾ, ഇതേക്കുറിച്ചെല്ലാം അവരുമായിട്ട് ഷെയർ ചെയ്തു. ആ ആഴ്ചകളിൽ നമ്മുടെ വീട്ടിൽ ഓരോ ആഴ്ചയിൽ നമുക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ടല്ലോ, അതേക്കുറിച്ചൊക്കെ അവരുടെ അടുക്കൽ ഇങ്ങനെ ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പം ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്, ഇന്നൊരു ചെറിയ ധ്യാനം കൂടിയ പ്രതീതിയിലാണ് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നത് എന്ന് പറയാൻ. അങ്ങനെ എൻ്റെ കൊളീഗ്സിൻ്റെ അടുക്കൽ എനിക്ക് ഈശോയെ അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പേഷ്യൻസിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ പേഷ്യൻസിന് വേണ്ടി ചെയ്യുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. എല്ലാം നമുക്ക് പറയാൻ ഇപ്പോൾ സമയമില്ലല്ലോ. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചെന്നാൽ, ഞങ്ങൾ ഒരു ധ്യാന അവസരത്തിൽ ജോയിയച്ചൻ പറഞ്ഞായിരുന്നു, നമ്മൾ ജോലിക്ക് പോകുന്നു, ശമ്പളം മേടിക്കുന്നു, നമ്മൾ ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങുന്നു, അത് മറ്റുള്ളവർ കാണുമ്പോൾ അതാണ്. പക്ഷേ നിങ്ങൾക്കൊരു ഹിഡൻ അജണ്ട ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ മറ്റുള്ളവരെ പോലെ നിങ്ങൾ ജോലി ചെയ്ത് ശമ്പളം മേടിച്ച് പോരുക, നിങ്ങളുടെ ഉള്ളിലൊരു ഹിഡൻ അജണ്ടയുമായിട്ട് വേണം പോകാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഹിഡൻ അജണ്ടയായിട്ട് എടുത്തിരിക്കുന്നത്, ഞാൻ ഈ ആൻറ്റിനേറ്റൽ പേഷ്യൻസ് വരുന്ന സമയത്ത് അവർക്ക് ഡോക്ടർ ഈ അൾട്രാസൗണ്ട് ചെയ്യാനായിട്ടും ഡോപ്ലർ വെച്ച് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ജെല്ല് പുരട്ടും വയറേൽ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു ടിഷ്യൂ എടുത്ത് അങ്ങോട്ട് കൊടുത്താൽ മതി, അവർ തന്നെ തുടച്ചിട്ട് അങ്ങ് പൊക്കോളും. പക്ഷേ ഞാൻ ചെയ്യുന്നത്, എൻ്റെ ഒരു ഹിഡൻ അജണ്ടയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്, ഞാൻ തന്നെ ടിഷ്യൂ എടുത്ത് അവരുടെ വയറിൽ ഞാനതൊരു ചാൻസ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ അവരുടെ വയറിൽ നിന്ന് ആ ജെല്ല് തുടച്ച് മാറ്റി. ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിലൊരു പ്രാർത്ഥനയാണ്, ഈശോയെ നിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ഈ കുഞ്ഞിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, അതാണ് ഞാൻ ഈ ജെല്ല് തുടയ്ക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലെ പ്രാർത്ഥന. പേഷ്യൻസ് നോക്കുമ്പോൾ അവർക്ക് ഈ സിസ്റ്റർ വളരെ കാര്യമായിട്ട് എന്നെ തുടച്ച് വൃത്തിയാക്കി വിടുന്നു എന്നുള്ള അവർക്ക് ആ ഒരു സന്തോഷം, ആ ഒരു സന്തോഷത്തിൽ എന്നോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു പോകുന്നു. എനിക്ക് അതിലേറെ സംതൃപ്തി എൻ്റെ ഈശോയെ ഞാനവിടെ കൊടുക്കാൻ പറ്റിയെന്നുള്ള സന്തോഷം എനിക്ക്. നമ്മുടെ കൈകളിലൂടെ നമ്മളുടെ യേശുവിൻ്റെ കൈകൾക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? നമ്മുടെ നാവിലൂടെ യേശുവിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മുടെ നാവൊക്കെ ഉള്ളൂ. ഒരു ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് പോലും അനാവശ്യമായിട്ട് സംസാരിക്കാതെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ യേശുവാണ് മഹത്വപ്പെടുത്തുന്നത്. ആ മഹത്വം ഈ ഷീബ ഷെയർ ചെയ്തതിലൂടെ എത്രയോ നേഴ്സ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നേഴ്സുമാർക്കും നമുക്ക് തന്നിരിക്കുന്ന സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ യേശുവിനെ കൊടുക്കാൻ പറ്റും. പിന്നെ ഷീബ ഇൻ്റർസെഷനെ കുറിച്ച്, അതായത് മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് എന്താ ഷീബയ്ക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്? ഞാൻ ജീസസ് യൂത്തിലായിരിക്കുമ്പോൾ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഒരു ലീഡർഷിപ്പിലേക്ക് വന്നത് നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷമാണ്. ഈ മിനിസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചെന്നാൽ, ഒരു കഴിവും ഇല്ലാതെ കിടക്കുന്ന ആൾക്കാരെ വളർത്തിക്കൊണ്ട് വരാനായിട്ടുള്ള ഒരു മനസ്സുണ്ട്. എഫേസോസ് 2:10 പറയുന്നത് പോലെ, നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം മുൻകൂട്ടി ചെയ്യാനായി നിശ്ചയിച്ചിരിക്കുന്ന സൽപ്രവർത്തികൾക്കായിട്ട് യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്നെക്കൊണ്ട് ചെയ്യാനായിട്ട് കർത്താവ് ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു പ്രവൃത്തി അത് എന്നിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഞാൻ ഏത് ആത്മാവിനെ നേടണമെന്നാണ് കർത്താവ് ആഗ്രഹിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇറങ്ങണം, പ്രവർത്തിക്കണം. പിന്നെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നിന്നുള്ള സപ്പോർട്ട് കൂടാതെ കൊണ്ട് എനിക്ക് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടാണ് മെയിനായിട്ട് പറയാനായിട്ടുള്ളത്. ജെയിംസ് എപ്പോഴും എനിക്ക് വലിയൊരു സപ്പോർട്ടാണ്. നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ നഴ്സസ് മിനിസ്ട്രിയുടെ ഗ്രേറ്റസ്റ്റ് ഗോളിനും പെന്തക്കോസ്തായ്ക്കും ഒക്കെ പോകുമ്പം ജെയിംസ് പിള്ളേരെയും കൂട്ടിക്കൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ചേംബർ ഉണ്ടല്ലോ ശനിയാഴ്ച, എനിക്ക് മിക്കവാറും ഏർലി മോർണിംഗിലുള്ള ടൈമായിരിക്കും കിട്ടുന്നത്. എനിക്ക് ചില ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. എനിക്ക് ജോയിൻറ്റ് പെയിനും ഒക്കെ ഉള്ളയാളാണ്. അപ്പം ചിലപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ കിടക്കുന്നതിന് മുമ്പ് വെളുപ്പിനെ എനിക്ക് എഴുന്നേക്കേണ്ടതാണ്, ചെയിൻ പ്രെയറുണ്ട്. അപ്പോൾ ജെയിംസ് എൻ്റെ അടുത്ത് പറയാറുണ്ട്, വയ്യെങ്കിൽ നീ കിടന്നു, ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചോളാമെന്ന്. ഒരു നേഴ്സല്ല, എന്നിട്ട് പോലും നഴ്സസ് മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചോളാം. എല്ലാവരും അടിക്കുമ്പോഴേ പുള്ളി എഴുന്നേക്കും. ഞാൻ പറയും വേണ്ട കടന്നോ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറയും. ജെയിംസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ സപ്പോർട്ട് എനിക്ക് ഈ മിനിസ്ട്രിയെ ഒത്തിരി സഹായിക്കാനായിട്ട്. അപ്പോൾ ജെയിംസിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ജെയിംസ് നേഴ്സിംഗ് ഫീൽഡൊന്നും അല്ലെങ്കിൽ പോലും അതിനുള്ളൊരു പ്രചോദനം എന്താ ഉണ്ടായത്? തീർച്ചയായിട്ടും ഈശോയ്ക്ക് വേണ്ടിയുള്ളൊരു പ്രവർത്തനമാണ് ഒന്നാമത് തന്നെ. അത് നഴ്സസ് മിനിസ്ട്രിയോ അല്ലെങ്കിൽ എനിക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പ് മിനിസ്ട്രി ഉണ്ട്, ഞങ്ങളുടെ കൂട്ടായ്മയുണ്ട്, ഏത് ഫീൽഡാണെങ്കിലും അത് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമൂഹത്തോട് ചേർന്ന് എന്ത് സഹായവും എന്ത് സപ്പോർട്ടും ചെയ്യാൻ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഞാൻ വട്ടയിലച്ചൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പ്രത്യേകം എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട്. യുദ്ധം ചെയ്യുന്നവനും ഭാണ്ഡം കാക്കുന്നവനും പ്രതിഫലം ഒന്ന്. ഞാൻ അത് വളരെ സൂക്ഷിച്ച് മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഇപ്പോൾ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനൊരു ഷീബയ്ക്കൊപ്പം ഒരു പുതിയ ജോലിക്ക് വേണ്ടിയുള്ള ഒരു ഇൻ്റർവ്യൂവിനാണ് പോകുന്നതെങ്കിൽ ഞാൻ എന്തുമാത്രം ത്യാഗവും എന്തുമാത്രം എഫേർട്ടും അതിൻ്റെ പിന്നിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. യാത്ര, ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അത് നമ്മുടെ ഭൗതികമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നിത്യജീവനിലേക്കുള്ള ഈ ആധ്യാത്മികമായിട്ടുള്ള ഈ ജീവിതത്തിൽ, ഈ പ്രയാണത്തിൽ, നമ്മുടെ പരിശ്രമങ്ങളിൽ നമ്മൾ എന്തുമാത്രം എഫേർട്ടും എന്തുമാത്രം തീക്ഷ്ണതയും കാണിച്ചാലേ അത് സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്തേ പറ്റൂ. അതാണ് എൻ്റെ കൺക്ലൂഷൻ. ഇപ്പോൾ ഷീബയിൽ നിന്നും ജെയിംസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ എത്ര ബുദ്ധിമുട്ടിലും സഹനങ്ങളിലും സന്തോഷത്തോടു കൂടി അത് നേരിടാനും ഈശോ കരുതുന്ന ഈശോയുടെ കൃപ മനസ്സിലാക്കുവാനും അത് അനേകം മക്കൾക്ക് ഷെയർ ചെയ്യാനും പറ്റി. പ്രത്യേകിച്ച് നേഴ്സസ് മിനിസ്ട്രി എന്ന കൂട്ടായ്മയിൽ ഈശോയെ അറിഞ്ഞു കഴിഞ്ഞപ്പം ജോലി മേഖലയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അത് കുടുംബത്തിൽ നിന്നുള്ള ജെയിംസിൻ്റെ സപ്പോർട്ട്. അപ്പോൾ ഇതിപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നേഴ്സുമാരുടെ കുടുംബങ്ങളും ജീവിത പങ്കാളിയും മക്കളും പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു വലിയൊരു ആത്മീയ സന്തോഷം അത് ഭൗതിക മേഖലയിലും ഒക്കെ വരുന്നതായിട്ടാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയത്. ഷീബ ഇപ്പോൾ ഇൻ്റർസെഷൻ മിനിസ്ട്രിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവെക്കാനുണ്ടോ? ഉണ്ട്. ഞങ്ങൾ ഇപ്പം ഈയിടെ തന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു സ്റ്റാഫ് ഒരു ഫിലിപ്പീനോ നേഴ്സാണ്. പുള്ളിക്കാരത്തിക്ക് ഒവേറിയൻ ക്യാൻസർ ആണെന്നും പറഞ്ഞ് MRI റിപ്പോർട്ടുമായിട്ട് ഞങ്ങളുടെ ഒരു പെരിഫറൽ ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ആ പുള്ളിക്കാരത്തി ഇതിനു മുമ്പ് 2 പ്രാവശ്യത്തെ ഗ്രേറ്റസ്റ്റ് ഗോളിന് ഞാൻ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരത്തി ആ റിപ്പോർട്ടുമായിട്ട് എൻ്റെ അടുക്ക് വന്നു. ഒത്തിരി മാനസികമായിട്ട് തകർന്ന ആ കൊച്ചൻ്റെ അടുക്ക് വന്ന് ഈ റിപ്പോർട്ട് എന്നെ കാണിച്ച്. അപ്പോൾ അവർ ഫിലിപ്പീൻസിലേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോകുമായിരുന്നു. ഞാനപ്പോൾ പുള്ളിക്കാരത്തിയോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനിത് നഴ്സസ് മിനിസ്ട്രിയിൽ ഞങ്ങളുടെ കൂട്ടായ്മയിൽ കൊണ്ടുപോയി ഞങ്ങളെല്ലാവരും കൂടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. ഞങ്ങളിതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. നീ സന്തോഷമായിട്ട് തിരിച്ചു വരും, ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞു വിട്ടു. നമ്മുടെ തിങ്കളാഴ്ചയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞങ്ങൾ സ്ഥിരമായിട്ടിത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം പുള്ളിക്കാരത്തി തിരിച്ചു വന്നു. അവിടെ പോയിട്ട് സർജറി ഒന്നും ചെയ്തില്ല. അവിടെ ചെന്ന് ബയോപ്സിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പം ബിനൈനാണ്, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞത് തിരിച്ചു വന്നിട്ട് പുള്ളിക്കാരത്തിക്ക് എനിക്ക് തോന്നുന്നു ദൈവത്തോടുള്ളതിൽ കൂടുതൽ നന്ദി എൻ്റെ അടുത്താണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഞാനല്ല, നമ്മൾ പ്രാർത്ഥിച്ചത് ദൈവത്തോടാണ്, ദൈവമാണ് പ്രവർത്തിച്ചത്. അപ്പം അതെനിക്ക് വലിയൊരു, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടെന്നുള്ളതിനുള്ള ഒരു വലിയൊരു. യാക്കോബ് ശ്ലീഹ 4:8 പറഞ്ഞതുപോലെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവിൻ, അവൻ നമ്മളോട് ചേർന്ന് നിൽക്കും. ആ കർത്താവിനോട് ചേർന്ന് നിന്ന് തന്നെ ഏതൊക്കെ ബുദ്ധിമുട്ടുകൾ സഹനങ്ങൾ വന്നാലും കർത്താവിനോട് തന്നെ ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ഒരു കരുതലാണ് ഈ കുടുംബത്തിന് കിട്ടിയതെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതുപോലെ 1 പത്രോസ് 5:6-7 പറയുന്നത് പോലെ കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടുകൂടി നിൽക്കുവിൻ, തക്ക സമയത്ത് നമ്മളെ അവൻ ഉയർത്തിക്കൊള്ളും. നമ്മുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈ ശാലോം പ്രേക്ഷകരോട് പറയാനുള്ളത് അതുമാത്രമാണ്. ജെയിംസിനെയും കുടുംബത്തെയും പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. This is time.
ഞാനും എൻ്റെ കുടുംബവും മറ്റുള്ളവർക്കൊരു മാതൃകയാവണം എന്ന ആഗ്രഹത്തോടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഷീബയുടെയും കുടുംബത്തിൻ്റെയും അനുഭവങ്ങൾ ശ്രവിക്കുകയായിരുന്നു. ഇതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിന് അനുഗ്രഹമാകുവാനായി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതിനായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടങ്ങളിൽ നഴ്സിംഗ് മേഖലയിലെ മെയിൽ നഴ്സുമാരുടെ ശക്തമായ സാന്നിധ്യം കഴിഞ്ഞുള്ള എപ്പിസോഡുകളിൽ നാം ശ്രവിക്കുകയുണ്ടായി. ഇപ്പോൾ ഖത്തർ നഴ്സസ് മിനിസ്ട്രിയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു മെയിൽ നഴ്സിനെ നമുക്ക് ശ്രവിക്കാം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങൾ 107:1. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ഈശോയിലും അവിടുത്തെ വത്സല മാതാവിലും സ്നേഹമുള്ളവരെ, എൻ്റെ പേര് ഫോറസ് തോമസ്. ഖത്തറിൽ കഴിഞ്ഞ 2.5 വർഷമായിട്ട് നേഴ്സായി ജോലി ചെയ്യുന്നു. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുക. അതിന് കാരണം എൻ്റെ ഈശോയെ എനിക്ക് ഒത്തിരിയേറെ സ്നേഹിക്കാൻ കഴിയുന്നതാണ്. എന്നെ ഒരു നേഴ്സായി തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ അവിടത്തേക്ക് നന്ദി പറയുന്നു. 2012 നേഴ്സുമാർക്ക് വേണ്ടി നടന്ന ഗ്യാതറിങ്ങിൽ പങ്കെടുക്കാതെ മാറി നിന്ന ഒരവസ്ഥ എനിക്കുണ്ടായിരുന്നു. എന്നാൽ 2013 അവിചാരിതമായി നേഴ്സുമാർക്ക് വേണ്ടി നടന്ന ഏകദിന ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തു. അന്നാണ് നേഴ്സസ് മിനിസ്ട്രിയെ പറ്റി ആദ്യമായി ഞാൻ കേൾക്കുവാനിടയായത്. നേഴ്സസ് മിനിസ്ട്രിയുടെ ലക്ഷ്യമെന്നുള്ളത് ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും ഈശോയുടെ സ്നേഹം അറിഞ്ഞ് ഒരു വിശുദ്ധരാകുക എന്നുള്ളതുമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെയെങ്കിൽ ഞാനും ഒരു വിശുദ്ധനാകേണ്ടതിൻ്റെ ആവശ്യത്തെപ്പറ്റി ചിന്തിക്കുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ധ്യാനിക്കുവാൻ തുടങ്ങി. ആഴ്ച തോറുമുള്ള നേഴ്സസ് മിനിസ്ട്രിയുടെ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുക്കുകയും അവരോടുകൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ഒരു പരിചയമില്ലാത്തവർക്ക് വേണ്ടി പോലും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതും, ചെയിൻ റോസറി, ചെയിൻ കരണക്കൊന്ത, അതുപോലെ ആശുപത്രികളിൽ രോഗികളെ സന്ദർശിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. ഞാൻ പോലും അറിയാതെ അവരോടുകൂടെ ആത്മീയമായി വളരുകയായിരുന്നു. ഒരു ദിവസം ഒരു സിനിമയെങ്കിലും കണ്ട് സമയം കളയുമായിരുന്ന എൻ്റെ ശീലത്തെ ഞാൻ മാറ്റിവെച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ ഏറെ സമയം കണ്ടെത്തുന്നു. ഒരു ജപമാലയിൽ നിന്ന് ഒരു ദിവസം 4-5 ജപമാലകൾ ചൊല്ലുവാൻ കഴിയുന്നു. കരുണയുടെ സമയത്ത് കരുണക്കൊന്തകൾ ചൊല്ലുന്നു. വചനം വായിക്കുവാൻ ഒത്തിരിയേറെ സമയം കണ്ടെത്തുന്നു. 7 വർഷമായി നേഴ്സിംഗ് മേഖലയിൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ ഈശോയെ അറിയുന്നതിന് മുമ്പ് എൻ്റെ രോഗികൾക്ക് എൻ്റെ മാനുഷികമായ സ്നേഹമാണ് നൽകിയിരുന്നെങ്കിൽ ഈശോയെ അറിഞ്ഞതിന് ശേഷം ദൈവികമായ സ്നേഹം നൽകുവാനും എൻ്റെ ഈശോയെ അവരിൽ കാണുവാനും എനിക്ക് സാധിക്കുന്നു. 1 കൊറിന്തോസ് 7:17. ദൈവത്തിൻ്റെ വിളിയും നിയോഗവും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. എൻ്റെ ജീവിതത്തിലെ വിളിയും നിയോഗവും തിരിച്ചറിയുവാൻ ഈശോ നേഴ്സസ് മിനിസ്ട്രിയിലൂടെ എന്നെ സഹായിച്ചു. നിങ്ങളുടെ ജീവിതത്തെയും അതിനായി ഈശോ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തപ്പെട്ട മദർ തെരേസയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, ജീവിച്ചിരിക്കുമ്പോഴാണ് നാം വിശുദ്ധരാവേണ്ടത്. മരണശേഷം ആരും വിശുദ്ധരായിട്ടില്ല, വിശുദ്ധരെന്ന് പേര് വിളിക്കപ്പെട്ടിട്ടേയുള്ളൂ. ഈ ബോധ്യം ഒരിക്കൽ കൂടി നമുക്ക് പറഞ്ഞു തന്ന ഫോറസിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. മദർ തെരേസയോട് ചേർന്ന് നിന്നുകൊണ്ട് ലോകമെമ്പാടുമുള്ള നഴ്സുമാർ വിശുദ്ധിയിൽ ജീവിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഈ ലോകത്തിലുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാവട്ടെ, ഒരു വിശുദ്ധയാവട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.